ക്ഷമയില്ലാത്തതുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോക്ലേറ്റ് ബ്രൗണിയാണ് ഉണ്ടാക്കിയത്. ബട്ടറും കൂടെ ചേർത്ത് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. എൻ്റെ കയ്യിൽ ആകെ ഒരൊറ്റ മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അത് ജസ്റ്റ് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര, ബ്രൗൺ ഷുഗർ അല്ല കേട്ടോ, പഞ്ചസാരയാണ് എടുത്തിട്ടുള്ള, അതും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് വാനില എസൻസും സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ മൈദ ചേർക്കുകയാണ്. അത് ഒരൊറ്റ തവണ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ചുപായിട്ട് പാല് ചേർത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാണ് അതിന്റെ പരുവം. ഇതിൽ ഞാൻ കൊക്കോ പൗഡർ ചേർത്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് അല്ലാതെയും കൂടെ ചേർത്ത് നട്ട്സും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് 1.5 മണിക്കൂർ, അതാണ് ഞാൻ പറഞ്ഞത്, ക്ഷമ വേണം, 1.5 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിറ്റേന്ന് രാവിലെയാണ് അത് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് അത് എടുത്തപ്പോണ്ടല്ലോ, സത്യം പറയാലോ, കയ്യിലുള്ളത് വെച്ച് ചെയ്തപ്പോൾ ഇത്രയും ടേസ്റ്റ് ആവും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.